മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശാന്തിയും ഉന്മേഷവും നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എന്താണ് മെഡിറ്റേഷൻ? അതിൻ്റെ അർത്ഥം എന്താണ്? അതേപോലെ ആരാണ് മെഡിറ്റേഷൻ കണ്ടുപിടിച്ചത്? എന്താണ് മെഡിറ്റേഷൻ? എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? അത് ആർക്കൊക്കെ ചെയ്യാം? എവിടെ വെച്ചൊക്കെ ചെയ്യാം? എപ്പോഴാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? അത് എങ്ങനെ ചെയ്യണം? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നാൽ മനസ്സിനെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ നിയന്ത്രിച്ച് മനസ്സിന് പൂർണ്ണമായ വിശ്രമം നൽകുന്ന ഒരു മഹത്തായ അവസ്ഥയാണിത്. ലത്തീൻ ഭാഷയിലെ മെഡിറ്ററി എന്ന വാക്കിൽ നിന്നാണ് മെഡിറ്റേഷൻ എന്ന വാക്കുണ്ടായത്. ഇതിനർത്ഥം ആഴത്തിൽ ചിന്തിക്കുക അല്ലെങ്കിൽ സുഖപ്പെടുത്തുക എന്നാണ്. മനസ്സിനെ ശാന്തമാക്കാനും സ്വയം തിരിച്ചറിയാനുമുള്ള ഒരു മഹത്തായ പരിശീലനമാണിത്. ധ്യാനം എന്നത് ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടുപിടിച്ച ഒന്നല്ല. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുരാതന ഇന്ത്യയിലാണ് ഇതിൻ്റെ തുടക്കം. ഇന്ത്യയിലെ പുരാതന വേദങ്ങളിലും പ്രത്യേകിച്ച് ഉപനിഷത്തുകളിൽ ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി യോഗ സൂത്രത്തിലൂടെ ധ്യാനത്തെ വ്യവസ്ഥാപിതമായി ക്രോഡീകരിച്ചു. ധ്യാനത്തെ പ്രത്യേകിച്ച് വിപാസന ധ്യാനം ലോകമെമ്പാടും ജനപ്രിയമാക്കുന്നതിൽ ബുദ്ധൻ വഹിച്ച പങ്ക് വലുതാണ്. ധ്യാനത്തിൻ്റെ 5Wകളും 1Hഉം എന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് മെഡിറ്റേഷൻ? വൈ വി വാണ്ട് ടു ഡു മെഡിറ്റേഷൻ? ഹൂ ക്യാൻ ഡു മെഡിറ്റേഷൻ? വേർ വി ക്യാൻ ഡു മെഡിറ്റേഷൻ? വെൻ വി ക്യാൻ ഡു മെഡിറ്റേഷൻ? ആൻഡ് ഹൗ വി ക്യാൻ ഡു മെഡിറ്റേഷൻ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മനസ്സിനെ കേന്ദ്രീകരിക്കാനും ശാന്തമാക്കാനുമുള്ള ഒരു ലളിതമായ മാനസിക വ്യായാമമാണ് ഇത്. എന്തിനാണ്? വൈ? മാനസിക സമ്മർദ്ദം കുറക്കാനും ശ്രദ്ധ കൂട്ടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നു. ഹൂ? ആർക്കൊക്കെ ചെയ്യാം? പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. വേർ? എവിടെ വെച്ച് ചെയ്യാം? ശബ്ദകോലാഹലങ്ങളില്ലാത്ത ശാന്തവും വായുസഞ്ചാരമുള്ളതുമായ ഏത് സ്ഥലത്ത് വെച്ചും മെഡിറ്റേഷൻ ചെയ്യാം. വെൻ? എപ്പോഴാണ് ചെയ്യേണ്ടത്? എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എങ്കിലും അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഹൗ? എങ്ങനെ ചെയ്യാം? സുഖകരമായി ഇരുന്ന് കണ്ണുകൾ അടച്ച് ശ്വാസത്തിലോ ഒരു മന്ത്രത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാം. മെഡിറ്റേഷൻ പലവിധമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത് വരുന്ന വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.